ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വെറൈറ്റി ദോശയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദോശകൾ കൊണ്ട് നമ്മൾ പല വെറൈറ്റികളും ചെയ്ത് നോക്കാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്ത് നോക്കിയത് ചിക്കനൊക്കെ വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ദോശയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന രീതിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കുറച്ച് ചീസൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ് ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്സ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ദോശക്കുള്ളതാണ് തയ്യാറാക്കുന്നത്. സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴന്നു വരാനായിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി, പോരെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് എണ്ണ കൂടുതലുണ്ട്, ഞാനത് മാറ്റാഞ്ഞത്. ഇനി നമ്മൾ ദോശയിലേക്ക് എക്സ്ട്രാ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ ചിക്കൻ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നേരത്തെ ചേർത്ത് കൊടുക്കുന്നത് ആ ചിക്കൻ ഒന്ന് ആ എണ്ണയിൽ കിടന്നൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സവോളയിലേക്ക് അതിൻ്റെ ഫ്ലേവറും ഒക്കെ ഇറങ്ങി കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിതിലേക്ക് വേപ്പിലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഞാനിതിൽ കുറച്ച് ചീസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് ഡിഫറൻസ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും ചേർത്ത് കൊടുക്കാത്തത്. നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട അടിച്ചെടുക്കാനുണ്ട്. മുട്ടയൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ മസാലയിലൊക്കെ ഉപ്പിട്ട് കൊടുത്തതാണ്. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ തണുപ്പിക്കാൻ വെച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദോശ ബാറ്ററിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡാക്കി എടുത്താൽ മതി. ഇതുപോലെ എല്ലാ വശത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ചീസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചീസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാകും. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒരു വശം ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇനി ശരിക്കും ഫ്ലെയിം കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും, മസാലയെല്ലാം കരിഞ്ഞ പോലെ ആയിപ്പോവും. അത് മറു സൈഡും കൂടെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഇതാ കറക്റ്റ് ആയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. നല്ലപോലെ മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ പാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് റോൾ ചെയ്താണ് എടുക്കുന്നത്. ഞാനിവിടെ 3 ദോശയാണ് ഇതുപോലെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക.